ചങ്ങയുടെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. അപ്പൊ വിഷു ആണ് വരാൻ പോണത്. വരുന്നില്ല, വിഷുവാണ്. അപ്പൊ എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പൊ നമ്മുടെ സ്റ്റൈലിൽ ഒരു പുളിയിഞ്ചി, റാണി സ്റ്റൈൽ പുളിയിഞ്ചി, നമ്മുടെ സദ്യ സ്റ്റൈല് അല്ലെങ്കിൽ തൃശ്ശൂർ സ്റ്റൈലൊന്നല്ല, നമ്മുടെ സ്വന്തം സ്റ്റൈല് പുളിയിഞ്ചി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിൽ വേറെ പ്രത്യേക കാര്യം, നമ്മുടെ ചാനലില് ആദ്യമായിട്ട് കാണുന്ന ചാനലുകള് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മള് ഇഞ്ചി കറിക്ക് എന്തൊക്കെയാണ്? 100 ഗ്രാം ഇഞ്ചി ഇട്ടിട്ടുണ്ട്, 100 ഗ്രാം പച്ചമുളക്, 1 കിലോ പുളി, അത് നല്ല കറുത്ത പുളി, നല്ല പുളി ഇഞ്ചിക്ക് ഏറ്റവും നല്ലത് കറുത്ത പുളിയാണ് അല്ലേ? നമ്മൾ കളറുണ്ടാവുള്ളൂ. പിന്നെ നമ്മള് ശർക്കര, ഒരു ലേശം മുളക് പൊടി, ലേശം മഞ്ഞപ്പൊടി, അതൊക്കെ വഴികളെ കാണിക്കുക. ഒരു കാര്യം ചെയ്യാം, ഇത് ആദ്യം ഒന്ന് കുതിർത്ത് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കാം. നമുക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർത്തിയെടുക്കാം. കുതിർത്തിക്കാം. 1/2 കിലോ പുളി 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കുതിർത്തി വെക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് വെക്കാം. നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിയുമ്പോഴേക്കും ഇത് സെറ്റായിക്കോളും. കുതിർന്ന് വരട്ടെ. നമുക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വയ്ക്കാം. നമുക്ക് ഇഞ്ചി കനം കുറഞ്ഞിരിക്കാം. നമ്മളിപ്പോൾ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കും. ഇനി പച്ചമുളക് അരിയാം. നമുക്ക് പച്ചമുളക് കനം കുറച്ച് വെട്ടത്തിൽ. അപ്പോൾ നമ്മൾ 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം പച്ചമുളക് പരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പുളി പിഴിഞ്ഞ് പുളിവെള്ളം എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഇഞ്ചിയും പച്ചമുളക് വറക്കാനുണ്ട്. ഇനി വറക്കല്ല, കറി ഉണ്ടാക്കാം. നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. അടുപ്പത്തിട്ടു ഇഞ്ചിക്കറി, ഇഞ്ചാമ്പുളി എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാൻ നോക്കാം അല്ലേ? ലേശം വെളിച്ചെണ്ണ മതി. ഒരു 2 ടീസ്പൂൺ ഉണ്ടാവില്ലേ? നമ്മളിപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചൂടാവട്ടെ അല്ലേ? എണ്ണ ചൂടായി നമ്മൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടട്ടാണ്. ഒരു 4 പച്ചമുളക്, ഇഞ്ചിയും പച്ചമുളകും വേപ്പരം ഇട്ട് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഇനി രണ്ടാമത് കടുകൊക്കെ തളിക്കുമ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. ഇപ്പം ഇഞ്ചിയും പച്ചമുളകും വാട്ടാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. ഒറ്റ ട്രിപ്പിൽ ഞങ്ങൾ പരിപാടി കഴിക്കും. കടുക് വറുക്കലും പല ആൾക്കാരും പല രീതിയിൽ കണ്ടാക്കാം. ചില ആൾക്കാർ പുളിവെള്ളവും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒഴിച്ചിട്ടിട്ട് ആൾക്കാരുണ്ട്. പല നാട്ടിലും പല രീതി. നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാർ എത്ര ടൈപ്പ് ഉണ്ടാക്കുന്നുണ്ട്, പല ടൈപ്പ് ഉണ്ടാക്കും. നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ലേശം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും മതിയാണ്. നമ്മുടെ ഇതൊക്കെ ഇഞ്ചിയും പച്ചമുളകൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി പുളിവെള്ളം നമ്മൾ
വെന്ത് വറ്റണം, കുറുകണം ശരിക്കും. നമുക്ക് അതൊക്കെ ഇനി 2 ശർക്കര ഇടാൻ മതി. ഒരു 200 ഗ്രാം ഒക്കെ ഉണ്ടാവും ഇത്. ഒരു ലേശം ഉപ്പ്. ഇനി കുറുകട്ടത് കുറച്ചും കൂടിയും ഒന്ന് കുറുകാൻ ഇഞ്ചിക്കറി, പുളിഞ്ചി. ഈ കാറ്ററിംഗുകാരുണ്ടല്ലോ, സദ്യക്കാർ ഇത് ഉണ്ടാക്കുമ്പോൾ ഈ എന്നിട്ട് പറയാ ശർക്കര വരട്ടില്ലേ, അതിൻ്റെ പൊടി ഇടുന്നത്. അപ്പോൾ ചുക്കും മധുരവും എല്ലാം ഉണ്ടാവും. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. പുളിഞ്ചി റെഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ പുളിഞ്ചി സെറ്റായില്ലേ, അടിപൊളിയുണ്ട്. ഒന്നുകൂടി ഇതാണ് നമ്മുടെ സ്റ്റൈല് പുളിഞ്ചി ഇഞ്ചിക്കറി എന്ന് പറയും. നമ്മൾക്ക് ഇനി ഒരു 3/4 ടീസ്പൂൺ 1 ടീസ്പൂൺ ആക്കാം. 1 ടീസ്പൂൺ ഉലുവപ്പൊടി. അപ്പോൾ 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി പുളിഞ്ചി എന്നൊക്കെ പറയുന്ന സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പുളിഞ്ചി നോക്കിയേ, സൂപ്പർ സാധനം. ഇതാണ് നമ്മുടെ സ്റ്റൈല് പുളിഞ്ചിട്ടാ. നല്ല കറുത്ത പുളിഞ്ചിന് അപ്പോൾ നമ്മുടെ പുളിഞ്ചി സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളി സാധനമാണ്, സദ്യ സ്റ്റൈല് പുളിഞ്ചി. അപ്പോൾ നോക്കിയാൽ വീണ്ടും അടിപൊളി അല്ലേ? അപ്പൊ നമ്മുടെ പുളിഞ്ചി എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കട്ടാ. അടിപൊളി സാധനമാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പൊ നമ്മുടെ സ്റ്റൈലാണത്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ വേറെ പ്രത്യേക കാര്യം, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സപ്പോർട്ടിന് എപ്പോഴും സപ്പോർട്ട് അവർ പോയി പണക്കാൻ പറയുന്നത് എപ്പോഴും സപ്പോർട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എത്രയും പെട്ടെന്ന് വരും. അപ്പൊ എല്ലാവർക്കും വിഷു ആശംസകൾ.